ഹായ്, കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടി വന്നതാ. നമ്മളെല്ലാരും കണ്ട് റീച്ച് കിട്ടാൻ വേണ്ടി ബസ്സിലെ ഒരു വൈറൽ വീഡിയോയും അതിനെ തുടർന്നുള്ള ആത്മഹത്യയൊക്കെ. ഈ വൈറലാവാൻ നോക്കിയ മാഡം എപ്പോഴും ബസ് യാത്ര ചെയ്യുന്ന ഒരു മാഡമൊന്നുമല്ല. ലൈഫ് ഒരുപാട് എൻജോയ് ചെയ്ത് അടിച്ചു പൊളിച്ച് നടക്കുന്ന ഒരു മാഡമാണ്. ഒരുപാട് വീഡിയോകൾ ചെയ്യുന്നുണ്ട്, വൈറലാവുന്നില്ല, റീച്ച് കൂട്ടണം, അങ്ങനെ ഇറങ്ങിയതാണ് ബസ്സിൽ. ഇരയായത് ഒരു പാവം സാധാരണ മനുഷ്യൻ, ദീപക്, കോഴിക്കോടുകാരൻ. അങ്ങനെ വൈറലാവാൻ വേണ്ടി ഒരു വീഡിയോ എഡിറ്റ് ചെയ്തിടുന്നു, അതിനുശേഷം അതിനെ റിയാക്ഷൻ ചെയ്തുകൊണ്ട് വേറൊരു വീഡിയോ ഇടുന്നു. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇതൊന്നും താങ്ങാൻ പറ്റാതെ ആ യുവാവ് ആത്മഹത്യ ചെയ്യുന്നു. അപ്പൊ എല്ലാം ചെയ്യുന്നതിന് മുമ്പ് ഈ പുള്ളിക്കാരിയുടെ പേജിലെ ഫോളോവേഴ്സ് എന്ന് പറയുന്നത് 9236 ഫോളോവേഴ്സ്. അപ്പോൾ ഇതെല്ലാം ചെയ്യുന്നതിന് മുമ്പേ ഉള്ള ഫോളോവേഴ്സാണ്. അതിനുശേഷം വീഡിയോ ഇട്ട്, റിയാക്ഷൻ വീഡിയോ ഇട്ട്, ഇതൊന്നും സഹിക്കാൻ പറ്റാതെ ആ പാവം ആത്മഹത്യ ചെയ്തതിന് ശേഷം, ന്യൂസ് എല്ലാം സ്പ്രെഡ് ആയതിനു ശേഷം ഈ പുള്ളിക്കാരുടെ പേജിന്റെ 11.4 ഫോളോവേഴ്സ് ആയി. ഇത്രയും ഫോളോവേഴ്സ് അതിനുശേഷം ഇപ്പൊ ഈ നിങ്ങൾക്ക് എന്ത് മനുഷ്യരാ? അപ്പൊ അവൾ വിചാരിച്ചത് നടന്നില്ലേ? അവളെ പേജ് റീച്ചായി. ഇതാണ് അവൾ ഉദ്ദേശിച്ചത്. ഇനി ഇതെല്ലാം കഴിഞ്ഞ് ഈ ന്യൂസ് ചാനലിൽ നിന്ന് ഷിംജിതായി വിളിച്ചപ്പോ സംസാരിച്ചത് നിങ്ങൾ കേട്ടോക്കണം. ഈ ഒരു മനുഷ്യൻ മരിച്ചതിൻ്റെത്, ഈ ചെയ്ത വീഡിയോയെ കുറിച്ച് അതിനോടൊന്നും ഒരു പശ്ചാത്താപമോ ഒരു വിഷമവും ഇല്ലാതെ വളരെ അഹങ്കാരത്തോടെ സംസാരിച്ച വീഡിയോ ഉണ്ട്. അതൊന്ന് നിങ്ങൾ കണ്ടുനോക്ക്. യാത്ര ചെയ്തുണ്ടായ അനുഭവമാണ് നമ്മുടെ മാത്രമേ പങ്കുവച്ചത്. എന്തായിരുന്നു അനുഭവം? നിങ്ങൾക്ക് ആ ബസ്സിലുണ്ടായ അനുഭവം തുറന്നു പറയാം. ഞാൻ പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിലെ പയ്യന്നൂർ ബസ് സ്റ്റാൻഡിലേക്കുള്ള ബസ്സിലായിരുന്നു. അത് നല്ല ബസ്സായിരുന്നു ബസ്. അപ്പൊ ഞാനിങ്ങനെ നിൽക്കുന്ന സമയത്ത് എന്റെ മുന്നിലായിരുന്നു ഇയാൾ ഉണ്ടായിരുന്നത്. അപ്പൊ എന്റെ അതിന്റെ മുന്നിൽ നിൽക്കുന്ന ഒരു പെൺകുട്ടിയുടെ മുഖവും ബിഹേവിയറും ഒക്കെ കണ്ടപ്പോ എനിക്ക് മനസ്സിലായി ഭയങ്കര ഡിസ്കംഫർട്ട് ആയിട്ടാണ് നിൽക്കുന്നത് എന്നുള്ളത്. കേട്ടല്ലോ? അതായത് ഈ നിൽക്കുന്ന പെൺകുട്ടിയുടെ മുന്നിലാണ് ദീപക് ഉണ്ടായിരുന്നത്, അതിന്റെ മുന്നിലാണ് വേറൊരു പെൺകുട്ടി. ആ പെൺകുട്ടിക്ക് ഡിസ്കംഫർട്ട് ഉണ്ടായിരുന്നു. അത് ഈ രണ്ടുപേരെ ബാക്കിൽ നിൽക്കുന്ന ഈ പെൺകുട്ടിക്ക് അത് മനസ്സിലായി. അങ്ങനെയാണ് അവര് ഇയാളെ വാച്ച് ചെയ്യണതും വീഡിയോ എടുക്കാൻ വേണ്ടിയുള്ള കാരണമായതും. ആദ്യത്തെ പെൺകുട്ടിക്ക് കംഫർട്ട് അല്ലാതിരുന്നത് കണ്ടു, അത് വരെ വെയിറ്റ് ചെയ്തു. അതിനുശേഷം ഈ പറയുന്ന ആൾക്കും ഇതുപോലത്തെ അനുഭവം ഉണ്ടാവുന്നതൊരു വെയിറ്റ് ചെയ്ത് നല്ല ക്ഷമയോടെ കാത്തിരുന്ന് വീഡിയോ എടുത്തിരിക്കും. ആലോചിച്ചു, അതുവരെ കാത്തിരിക്കാനുള്ള ആ ഒരു മനസ്സ്. എന്നാ പിന്നെ നേരത്തെ അത് പ്രതികരിക്കണ്ടേ? ഇങ്ങനൊരു ആ മുന്നിലിരുന്ന പെൺകുട്ടിക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വരുമ്പോൾ നമ്മൾ ഡയറക്റ്റ് പ്രതികരിക്കുകയല്ലേ ചെയ്യേണ്ടത്? വ്യൂസിനും റീച്ചിനും വൈറലാവാനും വേണ്ടിയിട്ടല്ല ഇത് ചെയ്തത്. കേട്ടോ? ഫോണിൽ വീഡിയോ ഓൺ ചെയ്തിട്ട് ഇങ്ങനെ പിടിച്ചു. അയാൾ കാണുന്ന പോലെ തന്നെ സെൽഫി വീഡിയോ ഓൺ ചെയ്ത് പിടിച്ചു. അയാൾ അത് നോക്കുന്നുണ്ടായിരുന്നു, അത് കണ്ടു. ഞാൻ കുറെ നേരം ആ ഫോൺ അങ്ങനെ തന്നെ പിടിച്ചിട്ടുണ്ടായിരുന്നു. ആദ്യം ഞാൻ റെക്കോർഡ് ചെയ്തിട്ടില്ല, പിന്നെ റെക്കോർഡ് ചെയ്തുകൊണ്ട് പിടിച്ചു. അയാൾ കണ്ട സമയത്ത് അയാൾ ഭയങ്കര കൂളായിട്ടാണ്, ഒന്നും ചെയ്തില്ല, അങ്ങനെ നിന്നു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോ പിന്നെ കുറച്ച് തിരക്ക് കഴിഞ്ഞു. പെട്ടെന്ന് ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട്. ഇറങ്ങുന്ന സമയത്ത് അയാൾ പുറകിൽ ഞാനുണ്ടായിരുന്നു. അപ്പം നേരെ എന്ത് മേലിട്ട് അയാളെ കയ്യെ ടച്ച് ചെയ്തുകൊണ്ടിരുന്നത്. അത് കറക്റ്റ് വീഡിയോയിൽ വ്യക്തമായിട്ട് കാണാം. ഒരു പ്രാവശ്യം നിർത്തിയിട്ട് ഞാൻ മാറി നിന്നു, പിന്നെയും അയാളത് ചെയ്തു. ഇങ്ങനെ വീഡിയോ ഇങ്ങനെ നോക്കുന്നതൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പൊ തന്നെ ഞാൻ എന്താ ചേട്ടാ ഉദ്ദേശം എന്ന് ചോദിച്ചു. അപ്പൊ ഈ അയാൾ ഇറങ്ങി ഓടി എന്ന് പറയാൻ പറ്റില്ല, സ്പീഡിൽ അങ്ങ് നടന്നു. അപ്പൊ എന്റെ പുറകിലുണ്ടായിരുന്ന വേറെ ചേട്ടൻ ചോദിച്ചു എന്താ സംഭവം എന്താണെന്ന്. ഞാൻ പറഞ്ഞു കുറെ നേരമായിട്ട് അയാൾ ഇങ്ങനെ എന്തോ ഒരു ചെയ്തുകൊണ്ടിരിക്കുക. അത് കണ്ടപ്പോഴാണ് ഞാൻ വീഡിയോ ഓടാക്കിയത്. എന്നെ തൊട്ട സമയത്ത് ഞാൻ ചോദിച്ചു എന്ന് പറഞ്ഞു. പക്ഷെ അയാള് പെട്ടെന്ന് ഇറങ്ങി നേരെ കൂടെ ആൾക്കാരുണ്ട്. പിന്നെ അയാൾ പുറകെ ഒന്നും പോയില്ല. രണ്ട് വീഡിയോ ഉണ്ടായിരുന്നു, അത് രണ്ടും കൂടെ ചെറിയ ഷോർട്ട് ആക്കിയിട്ട് എഡിറ്റ് ചെയ്തിട്ട് സൊസൈറ്റിയിൽ ഇനി നിങ്ങൾ പറയൂന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യാണ്ടായത്. 2 വീഡിയോ എഡിറ്റ് ചെയ്ത് ഇനി നിങ്ങൾ പറയൂന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തു. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുമ്പം സോഷ്യൽ മീഡിയ ആണോ ആൾക്കാരെ ശിക്ഷിക്കേണ്ടത്, അല്ലെ സോഷ്യൽ മീഡിയ ആണോ വിധി പറയേണ്ടത്? അതിനൊരു കോടതിയും നിയമവും പോലീസും ഒക്കെ ഇല്ലേ ഇവിടെ? നിയമപരമായിട്ടല്ലേ അതിനെ നേരിടേണ്ടത്? അപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരു മനുഷ്യനെ എടുത്ത് വലിച്ചു കീറാൻ ഇട്ടുകൊടുത്തിട്ട് അവരെ സംസാരമാണ്. ഇനി ബാക്കി കേൾക്കാം. അപ്പൊ നിങ്ങൾ 5 വർഷം പഞ്ചായത്ത് മെമ്പറായിരുന്ന ആളാണ്, പൊതുപ്രവർത്തകയാണ്. അപ്പൊ ഇതുപോലുള്ള സംഭവങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് കൃത്യമായ കാഴ്ചപ്പാടുണ്ടാവും. അപ്പോൾ ഇതൊരു കൃത്യമായ ലൈംഗിക അതിക്രമം തന്നെയായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്തു. അതായത് തൊട്ടുമുള്ള യാത്രക്കാരുടെ കാര്യത്തിലും പിന്നീട് നിങ്ങളുടെ കാര്യത്തിലും അത് കൃത്യമായി. എനിക്ക് എന്റെ കാര്യത്തിൽ തന്നെ പൂർണ്ണമായിട്ട് 100% ഉറപ്പ് അയാൾ എനിക്ക് ഇഷ്ടമല്ല എന്ന് മനസ്സിലാക്കിയിട്ട് പോലും പിന്നെ അയാൾ ടച്ച് ചെയ്തുകൊണ്ടിരിക്കുക. ഈ ടച്ച് ചെയ്തെന്ന് പറയുന്നത് വളരെ സ്ലോ ആക്കി എഡിറ്റ് ചെയ്ത വീഡിയോ ആണ്, അല്ലാതെ ഡയറക്റ്റ് നമ്മൾ ഷൂട്ട് ചെയ്ത പോലെ ഇട്ടതല്ല. എടുത്ത് 2 വീഡിയോ ഒരുമിച്ചാക്കി എഡിറ്റ് ചെയ്ത് നല്ല ആവശ്യത്തിനനുസരിച്ച് എരിവും പുളിയൊക്കെ കയറ്റിയിട്ട വീഡിയോ ആണ്. അതും കൂടെ ആലോചിക്കണം. ഇപ്പൊ ഇദ്ദേഹം നിങ്ങൾ ഈ വീഡിയോ ചിത്രീകരിച്ച ഈ ആരോപണം നേരിട്ട വ്യക്തി ആത്മഹത്യ ചെയ്തു, ജീവനൊടുക്കിയെന്നുള്ള വിവരമാണ് വരുന്നത്. ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. സാഡ് ന്യൂസ് ആയി പോയി, ഞാൻ പ്രതീക്ഷിച്ചില്ല. നീ പ്രതീക്ഷിച്ചത് നടന്നല്ലോ. നിന്റെ പേജും വൈറലായി, ആ സാധു മനുഷ്യൻ പോവുകയും ചെയ്തു. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോഴും ഇതെല്ലാം ചെയ്ത ഇവിടെ സപ്പോർട്ട് ചെയ്യാനും ആൾക്കാരുണ്ട്.
ഒരാൾ മരണപ്പെട്ട് മണിക്കൂറോടെ ആയുള്ളൂ, അപ്പോഴത്തേക്ക് പോസ്റ്റ് ചെയ്തതാണ്. അയാൾ ആത്മഹത്യ ചെയ്തതിൽ സന്തോഷം. സ്ത്രീകളെ, നിങ്ങൾ വീഡിയോ എടുക്കുന്നത് തുടരുക. ശ്രീലക്ഷ്മി അറക്കൽ. ശ്രീലക്ഷ്മി അറക്കലല്ല, അറപ്പ് തോന്നണം ഇങ്ങനെയുള്ള ഡയലോഗ് എഴുതി വിടുമ്പോ. സ്ത്രീകളെ ബസ്സിൽ നിന്നല്ല എവിടെ വച്ചാണെങ്കിലും കൈകൊണ്ടായാലും ഒരു നോട്ടം കൊണ്ടായാലും ഒരു പ്രവൃത്തി കൊണ്ടായാലും ഹരാസ് ചെയ്യുന്നവരെ ശിക്ഷിക്കപ്പെടണം. അത് വളരെ വളരെ തെറ്റാണ്. പക്ഷേ ഇത് അങ്ങനെയായിരുന്നോ? ഇതൊരു വളച്ചൊടിച്ചൊരു കേസല്ലേ? പബ്ലിക് ആയിട്ടൊരു ബസ്സിൽ അല്ലെങ്കിൽ പബ്ലിക് പ്ലേസിലൊക്കെ ഇത് ചെയ്യുന്ന ഒരാൾക്ക് മാനസികമായിട്ട് തകരാറുള്ളവരായിരിക്കും, നരമ്പന്മാരായിരിക്കും. അങ്ങനെ ചെയ്യണവര് വീണ്ടും ഇത് ചെയ്തുകൊണ്ട് നടക്കുന്നവർ ഒരുപാട് പേരുണ്ട്. ഇത് ഈ സാധു മനുഷ്യൻ അങ്ങനത്തെ ഒരാളെ അല്ല. അങ്ങനെയുള്ള ഒരാളാണെങ്കിൽ ആത്മഹത്യ ചെയ്യില്ല. അയാൾക്ക് ഇതിൽ ഒരുപാട് വിഷമം വന്ന് മനം നൊന്താണ് പുള്ളി ഇത് ചെയ്യണത്. കഷ്ടം. ഇതൊന്നും മനസ്സിലാക്കാൻ പറ്റാതെ ഒരു മനുഷ്യനെ കൊന്നതിന് പുറമെ ആ മാംസം കൂടെ നിങ്ങൾ തിന്നല്ലേ. ഇനി ഈ സപ്പോർട്ട് ചെയ്യണവരൊക്കെ അറിയാൻ വേണ്ടി, നിങ്ങളുടെ ഹീറോ വൈറൽ മാഡം ഇപ്പൊ സ്ഥലത്തില്ല, ഒളിവിലാണ്, നാട് വിട്ടെന്നൊക്കെയാണ് അറിയണത്. ഇനി ഇതിനെ സപ്പോർട്ട് ചെയ്യണവരുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും മനുഷ്യന്മാരെ കൂട്ടത്തിൽ കൂട്ടാൻ പറ്റൂല, ഉറപ്പ്.